അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജഹാംഗീർ പാലയിലാണ് ചേരുന്നത്. നമസ്കാരം ശ്രീ അഡ്വക്കേറ്റ് ജഹാംഗീർ പാലയിൽ, ഏഷ്യാനെറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം അരുൺ, നന്ദി. പറയൂ. നടിയെ ആക്രമിച്ച സംഭവത്തിലെ പ്രതികളായ പൾസർ സുനിയെയും വിജീഷിനെയും ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്ത രീതിയെ കുറിച്ച് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു ആദ്യമായി? അല്ല, തീർച്ചയായിട്ടും ആ കേസിനകത്ത് അകപ്പെട്ടിട്ടുള്ള രണ്ടാളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തത് സന്തോഷകരമായ കാര്യമാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾക്കകത്തൊക്കെ തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസും സംവാദങ്ങളും നടക്കുന്ന അവിടെയാണല്ലോ. അതിനകത്ത് രണ്ട് പക്ഷങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തർക്കവും വിതർക്കവും ഇല്ല. പോലീസ് കാത്തിരുന്ന പ്രതിയാണ്, പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. പക്ഷേ പോലീസ് കഴിഞ്ഞ 5-6 ദിവസമായിട്ടല്ല, കഴിഞ്ഞ അനവധി വർഷങ്ങളായിട്ട് ബൈക്ക് മോഷണം മുതൽ ഒരു മേനക എന്ന് പറയുന്ന നടിയെ സമാനമായ രൂപത്തിൽ തട്ടിക്കൊണ്ടുപോയി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചതുൾപ്പെടെയുള്ള ഒരു കേസിലെ പ്രതിയെ വർഷങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാവാൻ വേണ്ടി വരുന്ന സമയത്ത് കോടതി മുറിക്കകത്തിട്ട് നാടകീയമായിട്ട് പിടിക്കുക, കോടതി മുറിക്കകത്തിട്ട് മർദ്ദിക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് പോലീസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യക്ഷമതയോ അല്ലെങ്കിൽ പോലീസിൻ്റെ കൃത്യനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട ഊർജ്ജസ്വലതയോ അവരുടെ കേമത്തരത്തിനെയോ ഒന്നുമല്ല, പോലീസിൻ്റെ പാപ്പരത്വത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം മുൻപ് ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും സാധാരണക്കാർക്ക് നേരെ ആയതുകൊണ്ട് അതിനു നേരെ കണ്ണടയ്ക്കുകയും സമൂഹത്തിൽ മധ്യത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിക്ക് നേരെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് വാർത്തയാവുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥ സമൂഹം, ആ ഒരു പാപ്പരത്വം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? അല്ല, ഇത് നമ്മുടെ ഒരു സാമൂഹ്യ പൊതുബോധത്തിൻ്റെ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം ഇതേ വിഷയം അരുണും ഞാനും തന്നെ ചർച്ച ചെയ്തതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയോട് നേരിട്ട് ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് ഞാൻ ആ ഒരു ഓൺലൈൻ വാർത്തയിൽ വായിക്കേണ്ടത്. എത്രമാത്രം ആ വാർത്തയ്ക്ക് സത്യസന്ധത ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ ഒരു സംശയം, ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് ഈ തവണ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് 2 ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്നതിന് ശേഷം മരക്കൊമ്പിൽ കെട്ടിത്തൂക്കി. ആ സമയത്ത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ സംസ്ഥാന മുഖ്യമന്ത്രിനെയോ സംസ്ഥാന പോലീസ് ചീഫിനെയോ വിളിച്ചു വരുത്തിയതായിട്ട് ഞാൻ അറിയില്ല, ഞാൻ വായിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ ഒരു ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഹ്യമില്ലായ്മയാണെങ്കിൽ ഞാൻ മുൻകൂറായിട്ട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ പൊതുബോധം, നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ ഭരണകൂട നിയമ സംവിധാനങ്ങൾ, നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പോലീസ് ചീഫ് ഒക്കെ തന്നെ വളരെ ക്ഷിപ്രവേഗത്തിൽ ഇടപെടുകയും ആ ഇടപെടലുകൾ ഫലം കാണുകയും അന്യ സംസ്ഥാനത്ത് പോലും പോലീസ് ഇദ്ദേഹത്തെ പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് വല വീശുകയും, ഇനിയിപ്പോൾ ഈ വല വീശിയെടുത്തുനിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വഞ്ചിയുമായിട്ട് വള്ളവുമായിട്ട് മീൻ പിടിക്കാൻ പോയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ചട്ടിയിൽ നിന്നായാലും ഞങ്ങൾ മീനിനെ പിടിക്കും എന്നുള്ളൊരു വാശിയാണ് ഇന്ന് കാണിച്ചത്. ഇന്ന് വളരെ കൃത്യമായിട്ട് മീനിനെ പിടിച്ചിരിക്കുന്നത് ചട്ടിയിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ സമുദ്രത്തിൽ പോയിട്ട് വല വീശിയിട്ട് മീനിനെ പിടിച്ചേക്കല്ല. വല വീശി കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വല വീശി, കോയമ്പത്തൂർ വല വീശി, തമിഴ്നാട്ടിൽ എല്ലായിടത്തും പോലീസ് സേന എത്തിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ വായിച്ചു. പക്ഷേ ഒരു നഗരത്തിലൂടെ ഒരു പൾസർ ബൈക്ക് ഓടിച്ച്, അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ മീഡിയ വണ്ണിൻ്റെ ഓൺലൈൻ വാർത്തയിൽ വായിച്ചത്, പൾസർ ബൈക്ക് ഓടിച്ചിട്ട് ഇദ്ദേഹം കോടതിയിലെത്തുന്നു. വക്കീലിൻ്റെ ഗൗണോ കോട്ടോ മറ്റോ ഇട്ടിട്ട് മതിൽ ചാടി കോടതിക്കകത്ത് പ്രവേശിക്കുന്നു. അവിടുന്ന് പോലീസ് ബലം പ്രയോഗിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു വക്കീൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതാണോ എന്നല്ല എനിക്കറിയില്ല, ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പൾസർ സുനിക്ക് അനുകൂലമായിട്ടൊരു നാടകമുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് സ്മെൽ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ, ഈ കോടതിക്കകത്തിട്ട് പോലീസുകാർ നാടകം നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള തിരക്കഥ എഴുതുന്ന ആളുകളെ പുറത്തു കൊണ്ടുവരണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു നാടകം കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ പ്രതികൾ എന്നെങ്കിലും പിടിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അല്ല, യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടാതിരിക്കാനാണ് ഈ വിഷയവുമായിട്ട് ഇന്നിപ്പോൾ കേരള ഹൈക്കോടതി, ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു കേസിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസിനകത്ത് നടത്തിയിരിക്കുന്ന ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഇന്നാണോ കഴിഞ്ഞ ദിവസമാണോ എന്ന് എനിക്കറിയില്ല. ആ കേസ് വിളിച്ച കോടതിക്കകത്ത് ഞാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് എന്നെ നേരിട്ട് കേൾക്കാൻ പറ്റിയില്ല, മാധ്യമങ്ങളോട് അറിഞ്ഞതാണ്. നമ്മുടെ TP ചന്ദ്രശേഖരൻ വധക്കേസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കകത്ത് ഈ പറയുന്ന രൂപത്തിൽ ഉപയോഗിക്കുന്ന, കൊലപാതകത്തിന് കാശ് കൊടുത്തോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തിട്ടോ ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് കോടതി നിരീക്ഷിക്കേണ്ടായി. ആ നിരീക്ഷണം ആ രൂപത്തിലല്ലെങ്കിലും ഏറെക്കുറെ ഈ പറയുന്ന നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടും വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നത്. പൾസർ സുനി എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് ഉപകരണമാക്കപ്പെട്ട ഒരു ഗുണ്ടയോ കൂലിക്ക് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു ഗുണ്ട, ഒരു ഹാബിച്വൽ ഒഫൻഡർ മാത്രമാണ്.
അതല്ലാതെ ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ കൾപ്രിറ്റുകളെയും പോലീസ് പിടിച്ചു, ചോദ്യം ചെയ്തു, നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ പോകുന്നു എന്നുള്ള രൂപത്തിലാണ് സോഷ്യൽ മീഡിയയിലേക്കുള്ള ചില ആളുകളുടെ ആവേശം കണ്ടാൽ പിന്നെ മനസ്സിലാകാം. ഇപ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ നടപടിക്രമങ്ങൾ പ്രകാരം ഒരു കുറ്റവാളിക്ക്, പ്രതി ചേർക്കപ്പെട്ട ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ SIയുടെ ഇടി കൊണ്ടോളം ലോക്കപ്പിൽ നിന്ന് എന്ന് നിയമപുസ്തകത്തിൽ എവിടെയില്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് കോടതിയിൽ നേരിട്ട് ഹാജരാവാനുള്ള നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്. കോടതിക്ക് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടാനോ ജുഡീഷ്യൽ റിമാൻഡിൽ വിടാനോ ഉള്ള വിവേചനാധികാരം കോടതിക്കുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് CRPC സെക്ഷൻ 97 പ്രകാരം ഈ പറയുന്ന വ്യക്തിക്ക് കോടതിയിൽ ഹാജരാവാം. ആ ഹാജരാകുന്നതിനകത്ത് മുന്നിൽ പോയിരുന്നിട്ട് ചട്ടിന്ന് മീൻ പിടിക്കുന്നവരാകരുത് പോലീസ്. അങ്ങനെയല്ല പോലീസ് പണിയെടുക്കേണ്ടത്. കോടതിയിൽ ഹാജരാൻ വരുന്ന ആളെ അതായത് ഇതിന്റെ ആസൂത്രണം ചെയ്യുന്ന തിരക്കഥ തയ്യാറാക്കുന്ന ആളുകൾ ഇത്തരം രാഷ്ട്രീയ കൊലപാതകമായാലും ഇത്തരം കേസുകളായാലും ശിക്ഷിക്കപ്പെടുന്നില്ല, പിടിക്കപ്പെടുന്നില്ല. അത് തടയേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ ഉറപ്പാക്കും എന്ന് ബോധിപ്പിക്കേണ്ടത്, ഉറപ്പാക്കി കൊടുക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരല്ലേ. FIR തയ്യാറാക്കുന്ന ആ നിമിഷം മുതൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ നമ്മുടെ പോലീസ് സംവിധാനത്തിൽ ഒരുക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റായിരിക്കുമോ? അല്ല അരുണേ, ഇതിനകത്ത് ഒരു ആൾക്കൂട്ട ഉന്മാദവും ആൾക്കൂട്ട ആഹ്ലാദവും നടക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾക്കകത്തും സോഷ്യൽ മീഡിയയിലൊക്കെ. അവരുടെയൊക്കെ വിചാരം കേരള പോലീസ് പൾസർ സുനിക്കെതിരെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല. നാളെ ഈ കേസ് വിചാരണക്ക് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കേസ് പരിഗണിക്കുന്ന കോടതി, ഇന്ന് കോടതി മുറിക്കകത്ത് പോലീസുകാർ ഈ പൾസർ സുനിയെ മർദ്ദിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അയാൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എടുക്കുക. അപ്പോൾ CRPCയിലെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാതെയോ അല്ലെങ്കിൽ പോലീസ് ചെയ്യേണ്ടുന്ന പണി വൃത്തിയായിട്ട് ചെയ്യാതെയോ ആണ് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ജുഡീഷ്യറി അയാളുടെ ഹർജികൾ, അയാൾ സമർപ്പിച്ചിട്ടുള്ള പെറ്റീഷൻസ് പരിഗണിക്കുന്ന സമയത്ത് അയാൾക്ക് അനുകൂലമായിട്ടാണ് ചെയ്യുക. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നോ കോയമ്പത്തൂരിൽ നിന്നോ മറ്റോ ഈ പറയുന്ന രൂപത്തിൽ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത് അയാളെ ചോദ്യം ചെയ്ത് ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന പ്രമുഖ നടൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖന്മാരുടെയും ഈ പറയുന്ന രൂപത്തിലുള്ള ഇതിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റിനെ സംബന്ധിച്ച് പോലീസിന് എവിഡൻസ് കിട്ടി. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോലീസ് പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് പോലീസ് ഈ വീരവാദം മുഴക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പോലീസിനെ വാഴ്ത്തിപ്പാടുന്ന ആളുകൾ ഈ വീരവാദം മുഴക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇത് കോടതിയിൽ ഹാജരാവാൻ ഒരു മനുഷ്യനെ, ഞാൻ ആവർത്തിക്കുന്നു, കടലിൽ നിന്ന് മീൻ കിട്ടാതെ മടങ്ങിയ ആളുകൾ ചട്ടിയിൽ നിന്ന് മീൻ പിടിക്കുന്ന പോലെ കോടതി മുറിക്കകത്തിട്ട് അയാളെ മർദ്ദിച്ച ദൃശ്യങ്ങളൊക്കെ അയാളുമായിട്ട് ബന്ധപ്പെട്ട് നാളെ മുതൽ അയാളുടെ എന്ത് കേസ് പരിഗണിക്കുന്ന കോടതിയും അയാൾക്ക് അനുകൂലമായിട്ട് മാത്രമാണ് അതിനൊക്കെ പിന്നെ പരിഗണിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പിന്നിൽ സ്ക്രീൻ പ്ലേ ഉണ്ടെന്ന് പറയുന്നത്. അത് മാത്രമല്ല, പോലീസ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആളെ നാളെ ഉച്ചയ്ക്ക് 1:30 ആകുന്നതിന് മുമ്പ് കോടതിയിൽ ഹാജരാക്കിയേ പറ്റൂ. ഈ സമയത്തിനുള്ളിൽ പോലീസ് വളരെ നിർബന്ധ ബുദ്ധിയോടെ, ഞാൻ ഈ പറയുന്ന രൂപത്തിലുള്ള എല്ലാ തരത്തിലുള്ള അല്പം ഗുണ്ടായുസൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തേ അടങ്ങൂ, അല്ലെങ്കിൽ ഇയാളെ പിടിച്ചുകൊണ്ടേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്നതിനകത്ത് അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായിട്ട് ഒരുപാട് അജണ്ടകളുണ്ട് എന്ന് സംശയിക്കാതിരിക്കാൻ കഴിയില്ല. യഥാർത്ഥ പ്രതികളുടെ പേരുകൾ ഇദ്ദേഹം ഈ കോടതിക്കകത്ത് പിന്നെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടോ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ ആരൊക്കെയോ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ പോലീസിൻ്റെ വീരത്വം, കേമത്വം കുറച്ച് എക്സാഗറേറ്റ് ചെയ്ത് അതിനെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അല്പത്തരങ്ങളൊക്കെയാണ് ഈ പറയുന്ന രൂപത്തിലുള്ള കോഴീനെ ഓടിച്ചിട്ട് പിടിക്കുന്ന രൂപത്തിലുള്ള ഇപ്പോൾ കോടതിക്കകത്ത് നടത്തിയിട്ടുള്ള നാടകങ്ങളൊക്കെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു വസ്തുത കൂടിയില്ലേ, അതായത് ഈ പൾസർ സുനി ഇന്ന് ആദ്യമായി ഒരു കേസിൽ പെടുന്ന വ്യക്തിയല്ല. താങ്കൾ കുറച്ചൊന്ന് സൂചിപ്പിച്ചത് പോലെ തന്നെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാളെ സമൂഹത്തിന് മുന്നിൽ അറിയിക്കാനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പിടിക്കാനോ ഇത്തരം ഒരു സംഭവം വേണ്ടി വന്നു. ഇത്തരത്തിൽ 100 പൾസർ സുനിമാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അവരെല്ലാം നിയമവ്യവസ്ഥയുടെ മുന്നിൽ കൊണ്ടുചെന്നെത്തിക്കാനുള്ള ബാധ്യത നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കില്ലേ? ആ ഒരു അലംഭാവം തന്നെ ആയിരിക്കില്ലേ സമൂഹത്തിലെ ക്രിമിനൽ ആക്രമണം കൂടാനുള്ള പ്രധാന കാരണം? അരുണിൻ്റെ നിരീക്ഷണത്തിനോട് യോജിക്കാൻ വയ്യ. 100 പൾസർ സുനിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതല്ല നിരീക്ഷണം. ശരിയായി നിരീക്ഷിക്കേണ്ടത് ആയിരക്കണക്കിന് പൾസർ സുനിമാരെ ഉപയോഗിക്കുന്ന 100 കണക്കിന് പ്രമുഖർ, അങ്ങനെയാണല്ലോ നിങ്ങളുടെ ഭാഷ, പത്രഭാഷയിൽ പറയുന്നത് പ്രമുഖർ എന്നാണ്. അപ്പോൾ അത്തരം 100 കണക്കിന് പ്രമുഖന്മാരുണ്ട്. ആ പ്രമുഖന്മാർ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, അവർ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ, അവർ ഈ പൾസർ സുനിമാരെ ഉപയോഗിക്കുന്നത് എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഈ തുടങ്ങിയ കാര്യങ്ങളാണ് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത്. പൾസർ സുനിമാരെ ഉപയോഗിക്കുന്നവരില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ പൾസർ സുനിമാർക്ക് പ്രസക്തി ഇല്ലല്ലോ. അപ്പോൾ പൾസർ സുനിമാരെ ഉപയോഗിക്കുന്നവരാണ് ഇത്തരം കാര്യങ്ങൾക്കകത്തുള്ള യഥാർത്ഥ കൾപ്രിറ്റുകൾ, അല്ലെങ്കിൽ ഇവരാണ് യഥാർത്ഥത്തിലുള്ള സോഷ്യൽ ഈബിൾസ്, സാമൂഹ്യ തിന്മകൾ, അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധർ, സമൂഹത്തിന് ഭീഷണിയായിരിക്കുന്ന കുറ്റവാളികൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ പറയുന്ന ഈ മേഖലയിൽ ഇവിടുത്തെ മെഗാതാരങ്ങളുടെ കൂടെ വരെ നിന്ന് ഫോട്ടോ എടുക്കാനും അത് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ സ്വാതന്ത്ര്യമുള്ള പൾസർ സുനിയെ പോലെ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ
വെറുതെ ഒരു തോന്നൽ തോന്നിയിട്ട് ഒരു നടിയെ തട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത് എന്നുള്ളത് കോമൺ സെൻസിനോ ലോജിക്കിനോ ദഹിക്കുന്ന കാര്യമല്ല. വളരെ കൃത്യമായിട്ട് അത് മറ്റാരുടെയൊക്കെ ആവശ്യമായിരുന്നു. ആ ആവശ്യങ്ങൾ നിവർത്തിച്ച് നൽകുന്ന ഒരു ഗുണ്ടയോ ഒരു കുറ്റവാളിയോ മാത്രമായിരുന്നു പൾസർ സുനി എന്നുള്ളതാണ് ഇതിനകത്ത് പ്രസക്തമായ കാര്യം. അതുകൊണ്ട് തന്നെ പൾസർ സുനിയെ ഇന്ന് പോലീസ് ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള ആവേശത്തിൻ്റെ പിന്നിൽ ആരൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമുണ്ട് എന്നുള്ളത് അന്നം കഴിക്കുന്ന മനുഷ്യർക്ക് സ്വാഭാവികമായി തോന്നുന്ന സംശയമാണ്. അത് ഏതെങ്കിലും പിണറായി വിജയൻ ഭക്തന്മാർ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്ന പോലെ ഈ കേസ് ഇതോടുകൂടി തീർന്നു, പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാമൂഹ്യ തിന്മകളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും അതിന് പിന്നിലുള്ള കുറ്റവാളികളൊക്കെ തന്നെ അറസ്റ്റിലായിരിക്കുന്നു, അവരൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള ആഘോഷങ്ങൾ അസംബന്ധമാണ്. അത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്നതൊക്കെ ഒരു ആൾക്കൂട്ട ഉന്മാദമാണ്. അറിയാലോ, ഞാൻ തന്നെ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ സോക്രട്ടീസിനെയും യേശുദേവനെയും പോലും എന്താ പറയുക, നിയമജ്ഞരായിട്ടുള്ള നീതിബോധമുള്ള നിയമജ്ഞർ വെറുതെ വിടുകയും ആൾക്കൂട്ട ആക്രോശത്തിനനുസരിച്ച് അവരെ തൂക്കിലേറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ വധിച്ചു കളയാൻ വേണ്ടിയിട്ട് വിഷം കൊടുത്തു കൊല്ലാൻ വേണ്ടിയിട്ട് നീതിപീഠം വിധിക്കുകയാണ് ചെയ്തത്. ഇവിടെയും ഇപ്പോൾ നടക്കുന്ന ആക്രോശങ്ങൾ എങ്ങനെയാണ്? ഗോവിന്ദചാമിയുടെ വിഷയത്തിൽ നമ്മളത് കണ്ടതാണ്, അഫ്സൽ ഗുരുവിൻ്റെ വിഷയത്തിൽ അത് കണ്ടതാണ്, ഡൽഹി ബലാത്സംഗ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത് കണ്ടതാണ്. അവനെ ഇറക്കി വിട്ടു, അവനെ ഞങ്ങൾ അടിച്ചു കൊല്ലട്ടെ എന്നുള്ള ആൾക്കൂട്ട ആക്രോശമാണ്. നിയമവും പിന്നെ CRPC ഒന്നും ഇത്തരം ഘട്ടങ്ങളിൽ പറയാൻ വേണ്ടി പാടില്ല, ആൾക്കൂട്ട മനഃശാസ്ത്രം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ള രൂപത്തിലൊക്കെയാണ് ആഘോഷങ്ങളുടെയും ഈ പറയുന്ന കാര്യങ്ങൾക്ക് അനുഗുണമായിട്ട് അതിന് അനുകൂലമായിട്ട് വാദിക്കുന്ന ആളുകളുടെയും ന്യായങ്ങൾ. തീർച്ചയായിട്ടും ഇത് നീതിന്യായ സംവിധാനമുള്ള ജനാധിപത്യ ഭരണ സമ്പ്രദായമുള്ള ഏകാധിപത്യമല്ലാത്തൊരു രാജ്യമാണ്. ഇവിടെ ഒരു വളരെ ലോകത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും മഹത്തരമായിട്ടൊരു ഭരണഘടനയുള്ള രാജ്യമാണ്. ഇവിടെ നിയമപുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെയോ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ തന്നെയൊക്കെ തന്നെയാണ് നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെ മാത്രമേ പാടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ആൾക്കൂട്ട ഉന്മാദങ്ങളും ആഘോഷങ്ങളും അല്ല നീതി ന്യായം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ പൾസർ സുനിമാർ എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ്. അതിൻ്റെ ചുവട്ടിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാർത്ഥ ലക്ഷ്യങ്ങളുള്ള ബ്ലാക്ക് മെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പക വീട്ടുന്ന പ്രമുഖരായിട്ടുള്ള നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെടുകയോ ചെയ്യാതെ ഇത്തരം ഐസിൻ്റെ അറ്റം കാണുമ്പോഴത്തേക്ക് നമ്മൾ ഉന്മാദത്തിലാവുകയും ആഘോഷത്തിലാവുകയും ചെയ്യേണ്ടുന്ന കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, അത് വളരെ അപ്രസക്തവും അപ്രധാനവുമാണ്. കാരണം അത് ഇത്തരം വിഷയങ്ങളെ, ഇത്തരം സാമൂഹ്യ തിന്മകളെ ഒരു തരത്തിലും അഡ്രസ്സ് ചെയ്യുന്നില്ല. അതിൻ്റെ വേരറ്റത്തേക്ക് എത്തിയാൽ മാത്രമേ നമുക്കത് പൂർണ്ണാർത്ഥത്തിൽ അത് ശരിയായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി കഴിയുള്ളൂ. നന്ദി അരുൺ, താങ്ക് യു.